ക്രിക്കറ്റിന് തന്നെ ജന്മം നൽകിയ ഇംഗ്ലണ്ട് ടീമിനെ മുൾമുനയിൽ നിർത്തി വെള്ളം കുടിപ്പിച്ച കുഞ്ഞൻ ടീമായ നേപ്പാൾ നെതർലൻഡിന്റെ പോരാട്ടത്തിന് മുന്നിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ട പാകിസ്ഥാൻ 300 എന്ന സ്കോർ പോലും പിന്നിടും എന്ന് പലരും പ്രവചിച്ച ഇന്ത്യൻ ബാറ്റിംഗ് കരുത്തിനെ വെള്ളം കുടിപ്പിച്ച US. ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തരെന്ന് മുദ്രകുത്തപ്പെട്ട സൗത്ത് ആഫ്രിക്കയെ അഫ്ഗാനിസ്ഥാൻ 2 സൂപ്പർ ഓവറുകളിൽ മുട്ടിടിപ്പിച്ചതും നമ്മൾ കണ്ടത്. മൈറ്റി ഓസ്ട്രേലിയയുടെ അപ്രതീക്ഷിത തകർച്ച. എല്ലാ മേഖലകളിലും സ്കൂൾ തല നിലവാരത്തിലേക്ക് താഴ്ന്നിറങ്ങിയ ഓസീസ് ആദ്യം തകർന്നത് സിംബാബ്വേക്ക് മുന്നിലായിരുന്നു. പിന്നീട് ശ്രീലങ്കൻ വീര്യത്തിന് മുന്നിലും അവർ വീഴുന്നു. റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന വൻ ടീമുകളുടെ തകർച്ച മാത്രമല്ല, ഈ ലോകകപ്പിൽ ചില തിരിച്ചുവരവുകൾ കൂടി നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത് ശ്രീലങ്കയുടെ രാജകീയമായ തിരിച്ചുവരവ് തന്നെയാണ്. 90കളിൽ 3-ലധികം ലെജൻഡുകൾ ഒന്നിച്ചു കളിച്ചിരുന്ന 1-ാം നമ്പർ ടീമായിരുന്നു ശ്രീലങ്ക. അവരെ ഭയമായിരുന്നു ലോക ടീമുകൾക്ക്. പക്ഷേ അവിടെ നിന്നും വൻ തകർച്ചയിലേക്ക് പോയ ശ്രീലങ്ക ഈ ലോകകപ്പിൽ നമുക്ക് നൽകുന്നുണ്ട്. കപ്പടിക്കാൻ സാധ്യതയുള്ള ടീമുകളുടെ കൂട്ടത്തിൽ തുടക്കത്തിൽ ശ്രീലങ്ക ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കപ്പടിക്കാൻ സാധ്യതയുള്ള ലിസ്റ്റിൽ അവരുടെ സ്ഥാനം 1-ാമതാണ്. ഓസീസ് ടീമിനെതിരെ നേടിയ വിജയം ഈ ലോകകപ്പിൽ മാത്രമല്ല, ലോക ക്രിക്കറ്റിലേക്ക് തന്നെയുള്ള അവരുടെ തിരിച്ചുവരവായി നമുക്ക് കണക്കാക്കാം. ഈ ചിത്രം കാണുന്നുണ്ടോ? ഇതിൽ ജയസൂര്യയുടെ കണ്ണിലെ തിളക്കമറിയാൻ ശ്രീലങ്കൻ ചരിത്രം നോക്കിയാൽ മാത്രം പോരാ. അധംപതിച്ചു പോയ ഒരു ടീമിന്റെ ജയസൂര്യ ആഗ്രഹിച്ച ഉയർച്ചയായിരുന്നു അതെന്ന് ആ കണ്ണിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഓരോ ശ്രീലങ്കൻ ക്രിക്കറ്റ് പ്രേമികളുടെയും കണ്ണുകൾ ഇതുപോലെ അപ്പോൾ വെട്ടിത്തിളങ്ങിയിട്ടുണ്ടാകാം. പിന്നീട് എടുത്തു പറയേണ്ടത് നേപ്പാൾ എന്ന ചെറിയ ടീമിന്റെ പ്രകടനമാണ്. അവരെപ്പറ്റി പറയുമ്പോൾ ഗ്യാലറികൾ നിറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യാനെത്തുന്ന കാണികളെ പറ്റി പറയാതിരിക്കാൻ സാധിക്കില്ല. തോൽവിയിലും ജയത്തിലും ഒരേപോലെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന കാണികളാണ് നേപ്പാളിന്റേത്. 90കളിൽ ക്രിക്കറ്റ് ലോകത്ത് വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ടീമായിരുന്നു സിംബാബ്വെ. അവരുടെ രാജ്യത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽപ്പെട്ട് അവരുടെ ക്രിക്കറ്റ് സ്റ്റാൻഡേർഡ് തകർന്ന് തരിപ്പണമായി. ഈ തകർച്ച ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുവരെ അവരെ പുറത്താക്കി. 90കളിൽ സിംബാബ്വെയുടെ ടീമിൽ 11 കളിക്കാരും ലോക നിലവാരമുള്ള കളിക്കാരായിരുന്നു. പതിയെ ഒരു നിലവാരമുള്ള കളിക്കാർ പോലും ഇല്ലാത്ത ടീമായി മാറി. പക്ഷേ ഇത്തവണ അവർ വന്നിരിക്കുന്നത് ഒരു പിടി ടാലന്റ് കളിക്കാരുമായി തന്നെയാണ്. ഓസ്ട്രേലിയക്കെതിരെയുള്ള വിജയം ഒരു അട്ടിമറിയായിരുന്നില്ല. എല്ലാ മേഖലകളിലും സിംബാബ്വേക്ക് തന്നെയായിരുന്നു ആധിപത്യം. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനുള്ളിൽ ഒരു ലോകകപ്പിൽ ആദ്യമായി ഓസ്ട്രേലിയ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താകുന്നു. സൂപ്പർ 8 ടീമുകൾ ഏതാണ്ടൊക്കെ തയ്യാറായി കഴിഞ്ഞു. ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ്, സിംബാബ്വെ എന്നീ 4 ടീം ആദ്യ ഗ്രൂപ്പിൽ വന്നപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട്, ന്യൂസിലൻഡ്, ശ്രീലങ്ക എന്നീ ടീമുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. എ ഗ്രൂപ്പിലെ, അതായത് ഇന്ത്യ ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്നും പാകിസ്ഥാന് അവസാന മത്സരം ജയിക്കുകയാണെങ്കിൽ സൂപ്പർ 8ലേക്ക് കടക്കാം. പാകിസ്ഥാൻ തോൽക്കുകയാണെങ്കിൽ റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ USA ആദ്യമായി സൂപ്പർ 8ലേക്ക് കടക്കും. ലോകകപ്പ് തുടങ്ങുന്നതിന് മുൻപ് ആരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഇല്ലാതിരുന്ന വെസ്റ്റ് ഇൻഡീസ് ആധികാരികത്തോടെ തന്നെയാണ് വിജയിച്ച് മുന്നേറുന്നത്. മുൻപ് ഇന്ത്യയിൽ തന്നെ ലോകകപ്പടിച്ച ചരിത്രവും അവർക്കുണ്ട്. എന്തായാലും ഈ ലോകകപ്പിലെ ഏറ്റവും സാധ്യതയുള്ള ടീം സൗത്ത് ആഫ്രിക്ക തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാ മേഖലയിലും അവർ മറ്റു ടീമുകൾക്ക് മുന്നിലാണ്. ബൗളിംഗ് ആയാലും ബാറ്റിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും എല്ലാ ടീമുകൾക്കും ഒരു പടി മുന്നിൽ തന്നെയാണ് സൗത്ത് ആഫ്രിക്ക നിൽക്കുന്നത്. ഒരു ടീമും ആർക്കും മുകളിലോ താഴെയോ അല്ല എന്ന് തെളിയിക്കുന്ന പ്രകടനങ്ങൾ കൊണ്ട് ഈ ലോകകപ്പ് നിറഞ്ഞിരിക്കുന്നു. എല്ലാ ടീമിനെതിരെയും പ്ലാനുകളും തയ്യാറെടുപ്പുകളും നടത്തിയില്ല എങ്കിൽ ആരെ അട്ടിമറിക്കുമെന്ന് പറയാൻ സാധിക്കാത്ത വിധം കളികൾ മാറി.